അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തെല്ലാ കുട്ടികളെ വിശേഷം? കുറേ കാലമായല്ലോ നമ്മൾ കണ്ടിട്ടില്ലേ. എൻ്റെ കൂടെ നമ്മളെ ഈ CM മദ്രസ ട്യൂഷൻ ക്ലാസ് ഈ ചാനലിൻ്റെ കൂടെ നമ്മളെ ഈ ഫാമിലിയിൽ 3-ാം ക്ലാസ് മുതലുള്ളവരുണ്ടാകും, 4-ാം ക്ലാസ് മുതൽ നമ്മളെ ഫാമിലിയിൽ കൂടിയവരുണ്ടാകും, എല്ലാവരും ഉണ്ടാകും. അൽഹംദുലില്ലാ. ഇന്ന് നമ്മൾ 5-ാം ക്ലാസ്സിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ. കഴിഞ്ഞ 4-ാം ക്ലാസ്സിലെ പരീക്ഷകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും നല്ല മാർക്കൊക്കെ ഉണ്ടാകും അല്ലേ. ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വലിന് എല്ലാവർക്കും സമ്മാനമൊക്കെ കിട്ടും. കഴിഞ്ഞ പരീക്ഷയ്ക്ക് നമ്മൾ റിവിഷൻ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അൽഹംദുലില്ലാ. അങ്ങനെ 4-ാം ക്ലാസ്സിൽ നമ്മൾ 5-ാം ക്ലാസ്സിലേക്ക് എത്തി. 5-ാം ക്ലാസ്സിൽ ഈ വർഷം മുതൽ പൊതുപരീക്ഷ ഇല്ല അല്ലേ. പൊതുപരീക്ഷ ഈ വർഷം മുതൽ 5-ാം ക്ലാസ്സിൽ ഇല്ല. അപ്പം 5-ാം ക്ലാസ്സിലെ പുസ്തകങ്ങളൊക്കെ മാറി, പഴയ പുസ്തകമല്ല, പുതിയ പുസ്തകമാണ്. ഇൻഷാ അല്ലാഹ് 5-ാം ക്ലാസ്സിലെ എല്ലാ പുസ്തകങ്ങളും നമുക്ക് റിവിഷൻ ചെയ്യണം. പടച്ചോൻ തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ഇന്ന് നമ്മൾ ലിസാനുൽ ഖുർആനിലെ 1-ാമത്തെ പാഠാണ് നോക്കാൻ പോകുന്നത്. ലിസാനൊക്കെ മാറി അല്ലേ. 5-ാം ക്ലാസ്സിലെ ലിസാൻ ഇതാണ്, പുതിയ ലിസാന്. പഴയ ലിസാൻ ഇതായിരുന്നു. പഴയ ലിസാനും പുതിയ ലിസാനും ഒരുപാട് മാറ്റമുണ്ട്. എന്ന് പറഞ്ഞാൽ പുതിയ ലിസാൻ വളരെ സിമ്പിളാക്കിയിട്ട് നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പഴയ ലിസാനാണിത്. പഴയ ലിസാനിൽ പിന്നെ ആദ്യത്തെ പാടൊരു പാട്ട്, പിന്നെ മാലി മുലാരി, പിന്നെ മുഫ്രദിൻ്റെ വചനം, ഏകവചനത്തിന് പിന്നെന്താണ് ദ്വിവചനം, ഇതൊക്കെ പഠിക്കാൻ, പിന്നെ അങ്ങനെയൊക്കെ പഠിക്കാനായിരുന്നു. ആ പഴയ പുസ്തകം കുറച്ച് ഒരു സുഖം ഉണ്ടായിരുന്നില്ല. പക്ഷേ പുതിയ പുസ്തകം എന്ന് പറഞ്ഞാൽ നിങ്ങൾ 4-ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതുപോലെ വളരെ സിമ്പിളായ രീതിയിൽ ആ ഒരു ശൈലിയിലാണ് പുതിയ പുസ്തകം. അപ്പോൾ വളരെ ലിസാനുൽ ഖുർആൻ വളരെ അട്രാക്റ്റീവായി ഇൻട്രസ്റ്റ് ആയ വിഷയമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് 1-ാമത്തെ പാഠം നോക്കാം. 1-ാമത്തെ പാഠം എന്താണ്? 10 പാഠമുള്ള 1-ാമത്തെ പാഠം അൽ മദീനത്തുൽ മുനവ്വറ. അപ്പോൾ ആ മദീനത്തുൽ മുനവ്വറ എന്ന 1-ാം പാഠത്തിൽ എന്താ പഠിക്കേണ്ടത്? ഇസ്മു ഫീലി അർഫ്, അത് 3 പഠിക്കേണ്ടത് ഇൻഷാ അല്ലാഹ്. ഇവിടെ നമുക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പച്ച കുബ്ബന്റെ ഫോട്ടോ ഇവിടെ കാണുന്നുണ്ട് അല്ലേ. അൽ മദീനത്തുൽ മുനവ്വറ ദഅ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാസ ഇലൽ ഇസ്ലാം ഫി മക്ക. ഇതിൽ ഏതൊക്കെ വാക്ക് നമുക്ക് പരിചയമുണ്ട്? റസൂലുള്ള പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. ഇസ്ലാം നമുക്കറിയാം, മക്ക നമുക്കറിയാം. അപ്പൊ എന്താ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. എവിടുന്ന്? മക്കയിൽ നിന്ന്. അപ്പൊ ദഅ എന്ന് പറഞ്ഞാൽ ക്ഷണിച്ചു. ഫഗളിബൽ മുശ്രിക്കൂൻ, അപ്പോ ബഹുദൈവ വിശ്വാസികൾ എന്ത് ചെയ്തു? ദേഷ്യം പിടിച്ചു, കോപിച്ചു. വആദൗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബികളും. ആരാ സ്വഹാബികൾ പറഞ്ഞാല്? സ്വഹാബികൾ പറഞ്ഞാൽ നബിയെ വിശ്വസിച്ച മുഅ്മിനീങ്ങളായ, നബിന്റെ അനുചരന്മാരായ ആളുകൾ അല്ലെ, നബിന്റെ കൂടെ ഉണ്ടായിരുന്ന മുഅ്മിനീങ്ങൾ. അവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവരെയും എന്ത് ചെയ്തു? ബഹുദൈവ വിശ്വാസികൾ ഉപദ്രവിച്ചു. അങ്ങനെ ഉപദ്രവം കൂടി എന്താ ചെയ്യുക? പിന്നെ തിരിച്ചാക്രമിക്കുവോ? ഇല്ല. പിന്നെന്ത് ചെയ്തു? നബിയും സ്വഹാബത്തും എവിടേക്ക് പോയി? മറ്റൊരു നാട്ടിലേക്ക് പോയി. അതാണ് സുമ്മ ഹാജറ, ഹിജറ പോയി. എന്താ ഹിജറ പോകുക എന്ന് പറഞ്ഞാല്? ഹിജറ പോകുക എന്ന് പറഞ്ഞാൽ ഫുള്ള് വീടൊക്കെ മാറുക. നമ്മളിപ്പോ വാടക വീട്ടിലൊക്കെ താമസിക്കുന്ന ആളുകൾ വീട് മാറുമ്പോൾ അവരുടെ സാധനങ്ങളൊക്കെ എല്ലാ സാധനം എടുത്തിട്ട് വേറെ വീട്ടിലേക്ക് മാറൂലേ. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും എന്ത് ചെയ്തു? അവരെ കുടുംബവും എല്ലാവരും എല്ലാ സാധനങ്ങളും എടുത്തിട്ട് പോവുകയാണ്. ഹാജറ, വെടിഞ്ഞു പോവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ഹാബുഹു, നബിന്റെ സ്വഹാബികളും മിൻ മക്കയിൽ നിന്ന് ഇലൽ മദീന. അപ്പൊ എവിടേക്കായി ഹിജറ പോയത്? മദീനയിലേക്കൊക്കെ നമുക്ക് പണ്ടേ അറിയുന്ന കാര്യമാണ് അല്ലേ. ഫസ്തഖബലഹും അഹ്ലുൽ മദീന, അപ്പൊ മദീനക്കാരെന്ത് ചെയ്തു? അവരെ സ്വീകരിച്ചു. യളിരിബൂന ദുഫൂഫ വയുൻഷിദൂന, അവർ പാട്ടൊക്കെ പാടി ദഫൊക്കെ മുട്ടിയിട്ട്, നബിയല്ലേ വരുന്നത്, നബി വരുമ്പോ വളരെ സന്തോഷത്തോടു കൂടി അവർ പാടി തോലഅൽ ബദ്റു അലൈന മിൻ സനിയാതിൽ വദാ വജബ ശുക്രു അലൈന അങ്ങനെ പാട്ടൊക്കെ പാടി ദഫൊക്കെ മുട്ടിയിട്ട് നബിനെയും സ്വഹാബികളെയും അവര് നന്നായി സൽക്കരിച്ചു, നബിയെ സ്വാഗതം ചെയ്തു. അങ്ങനെ നബി എന്താ ചെയ്തത്? മദീനത്ത് ചെന്ന് ആദ്യം ചെയ്ത് നബി വീടെല്ലാം ഉണ്ടാക്കി, നബി പള്ളിയാണ് ഉണ്ടാക്കി. അതാ ഇവിടെ പറഞ്ഞത്. ബനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ഹാബുഹു, നബി തങ്ങളും സ്വഹാബികളും ഉണ്ടാക്കി മസ്ജിദൻ, ഒരു പള്ളി ഉണ്ടാക്കി.
ഫിൽ മദീന, ഇവിടെ മദീനയിൽ. മസ്ജിദ് പറഞ്ഞ പള്ളിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഇഷ്തഹറ ഹാദൽ മസ്ജിദു ബിസ്മി മസ്ജിദുൻ നബവി. ഇഷ്തഹറ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേമസ് ആയി. ഫേമസ് ആയി പറഞ്ഞാൽ പ്രസിദ്ധമായി. ഹാദൽ മസ്ജിദ്, ഈ പള്ളി ഏത് പേരില്? അൽ മസ്ജിദുൻ നബവി. മസ്ജിദുൻ നബവി പറഞ്ഞാൽ എന്താ അർത്ഥം അറിയോ? അർത്ഥം ഞാൻ പറഞ്ഞുതരാം. നബിയുടെ പള്ളി. അപ്പൊ നബിന്റെ പള്ളി എന്ന പേരിൽ അറിയപ്പെട്ടു മസ്ജിദുൻ നബവി. നമുക്കറിയാം അല്ലെ, മക്കത്തുള്ള പള്ളിന്റെ പേരെന്താ? ആളുകളൊക്കെ ഇങ്ങനെ വട്ടം ചുറ്റുന്ന ഒരു പള്ളിയില്ലേ, കഅബനെ ചുറ്റുന്ന പള്ളി. അവിടെ ഉള്ള പള്ളിന്റെ പേരെന്താണ്? മസ്ജിദുൽ ഹറാം. മദീനത്ത് നബിന്റെ പള്ളി ഏതാണ്? ആ പള്ളിക്ക് എന്താ പറയാ? മസ്ജിദുൻ നബവി. പഠിച്ചില്ലേ? ആഷ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 സനവാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10 വർഷം ജീവിച്ചു. ബാദൽ ഹിജ്റത്തി, ഹിജ്റക്ക് ശേഷം എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ മദീനയിൽ എത്ര വർഷം താമസിച്ചു? 10 വർഷം ജീവിച്ചു. അപ്പൊ എത്രാമത്തെ വയസ്സിലായിരിക്കും ഹിജ്റ പോയിട്ടുണ്ടാവുക? 53 അല്ലേ. അപ്പൊ 53-ാമത്തെ വയസ്സിൽ മക്കത്ത് മദീനത്തേക്ക് പോയി. മദീനത്ത് 10 കൊല്ലം താമസിച്ചു. ആ 63-ാമത്തെ വയസ്സിൽ വഫാത്തായി. അതാ സുമ്മ തുവഫിയ എന്ന് പറഞ്ഞാൽ വഫാത്തായി. വഫാത്തായി മരണപ്പെട്ടു. വദുഫിന ഫിൽ മദീനത്തിൽ മുനവ്വറ. മദീനയിൽ എന്ത് ചെയ്തു? നബി തങ്ങളെ മറവ് ചെയ്തു. അല്ലാഹുമ്മ വഫിഖ്നാ ലിസിയാറത്തി ഖബ്രിൻ നബിയിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീനത്തിൽ മുനവ്വറ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നബി തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണേ. ആമീൻ. വലാ തജ്അൽനാ മിനൽ ഖായിബീൻ. ഞങ്ങളെ നിരാശരാക്കരെ, പരാജയപ്പെട്ടവരെ കൂട്ടത്തിലാക്കരുതേ. ആമീൻ. ഇവിടെ കണ്ടോ, ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഇതാണ് ഇസ്മ്, ഫിഅല്, ഹർഫ്. എന്താണ് ഇസ്മു, ഫീല്, ഹർഫ് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം. ചെറിയ പല കുട്ടികൾക്കും അറിയാം അല്ലെ. ഇസ്മു എന്ന് പറഞ്ഞാൽ പേരുകളായിരിക്കും. പേര് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് പറയില്ലേ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പേരില്ലേ? അബൂബക്കർ, ഹംദാന്, സെയ്ദാന്, അങ്ങനെ കുറെ പേരുകൾ ഓരോരുത്തർക്ക് ഉണ്ടാവും അല്ലെ. ഫാത്തിമ. അപ്പൊ പേരുകൾ, പേര് നിങ്ങൾക്ക് മാത്രമല്ല പേരുണ്ടാവുക. പിന്നെ പുസ്തകത്തിന് പേരുണ്ടാവില്ലേ? പുസ്തകം. ഇതിനെന്താ പറയാ? പേന. പേന ഇതൊരു പേരല്ലേ? പേന, പെൻസില്. പിന്നെ വേറെ എന്തെല്ലാം മദ്രസയിൽ എന്തെല്ലാം സാധനം ഉണ്ട്? പുസ്തകം, ബെഞ്ച്, ഉസ്താദ്, ഇതൊക്കെ പേര് തന്നെയാണല്ലോ. അപ്പോ ആളുകളെ പേരുണ്ടാവും, അല്ലെങ്കിൽ സാധനങ്ങളെ പേരുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ ജീവികളെ പേരുണ്ടാവും. ഒക്കെ പേര് തന്നെയാണ്. പൂച്ച, അതൊരു പേരല്ലേ. അതുപോലെ എന്താണ്? പശു, ഇതൊക്കെ പേരുകളാണ്. അപ്പൊ പേരുകളൊക്കെ എന്ത് ചെയ്യുക? അതിനൊക്കെ ഇസ്മു എന്നാ പറയാം. പേരിനൊക്കെ ഇസ്മു എന്നാ പറയാം. അപ്പോ ഇവിടെ നോക്കാം നമുക്ക്. റസൂൽ. റസൂൽ എന്ന് പറഞ്ഞാൽ എന്താ? പ്രവാചകൻ, നബി. അപ്പൊ പേരാണ്. അള്ളാഹു പേരാണ്. അന്നാസ്, ജനങ്ങൾ പേരാണ്. ഇസ്ലാം, ഇസ്ലാം പേരാണ് അല്ലെ. മക്ക പേരല്ലേ. മുശ്രിക്കൂൻ, അസ്ഹാബ്, മദീന, ഹും, ഹും എന്ന് പറഞ്ഞാൽ അവർ എന്നർത്ഥം. പിന്നെ അഹ്ല്, കുടുംബം. ദുഫൂഫ്, ദുഫൂഫ് എന്ന് പറഞ്ഞാൽ ദഫുകൾ, അത് പേരാണ് അല്ലെ. നബിയു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മസ്ജിദ്, പള്ളി. ഹാദ, ഇത്. ഇസ്മ്, പേര്. മസ്ജിദുൻ നബവി, പേര്. അഷറ, 10. സനവാത്ത്, വർഷങ്ങൾ. ബാദ, ശേഷം. ഹിജ്റ, ഹിജ്റ. അൽ മുനവ്വറ, പ്രകാശിക്കപ്പെടുന്ന. സിയാറത്ത്, ഖബർ, ഖായിബീൻ, ഹു, ന, ഇതൊക്കെ എന്താണ്? ഇസ്മാണ്. മനസ്സിലായല്ലോ. അപ്പൊ ഇസ്മുകൾ എന്ന് പറഞ്ഞാൽ പേരായിരിക്കും. അപ്പൊ ഇസ്മു മനസ്സിലാക്കാനുള്ള ട്രിക്ക് എന്താണ്? പേരായിരിക്കും. അടുത്തത് ഫിഅല് നോക്കുക. ഫിഅല് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിഅല് എന്ന് പറഞ്ഞാൽ പ്രവർത്തനം. പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇപ്പോ ചായ കുടിക്കുക, വെള്ളം കുടിക്കുക, എഴുതുക, ഇതൊക്കെ എന്താണ്? പ്രവർത്തനങ്ങളല്ലേ. ഇപ്പൊ പ്രവർത്തനങ്ങൾക്കാണ് എന്ത് പറയുക? ഫിഅല് എന്ന് പറയാ. അപ്പോ ഇവിടെ പ്രവർത്തനാണോ അല്ലേ? ഒരു വാക്ക് കിട്ടിയാൽ അത് പ്രവർത്തനാണോ അല്ലേ എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാകും? അർത്ഥം നോക്കിയാലേ മനസ്സിലാകുള്ളൂ. അർത്ഥം അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ കഴിയൂല. പിന്നെ ഞാൻ കുറച്ച് ട്രിക്കൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോ ഇവിടെ ദഅ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദഅ എന്ന് പറഞ്ഞാൽ ക്ഷണിച്ചു. അപ്പൊ ക്ഷണിക്കുക എന്ന് പറയുന്നത് ഒരു എന്താണ്? ഒരു പ്രവർത്തനാണ്. അതൊരു വേറെ പേരാണോ? ക്ഷണിക്കുക പറഞ്ഞ ഒരാളെ പേരാ? അല്ല. അപ്പൊ അത് പ്രവർത്തനാണ്. അപ്പൊ അത് ഫേലാണ്. ദേഷ്യം പിടിച്ചു, ഉപദ്രവിച്ചു, ഹിജ്റ പോയി, സ്വീകരിച്ചു, പിന്നെ മുട്ടി, പാട്ടുപാടി, നിർമ്മിച്ചു, പ്രസിദ്ധരായി, ജീവിച്ചു, വഫാത്തായി, മറവ് ചെയ്തു, പിന്നെ തൗഫീഖ് നൽകണേ, ലാ തജ്അൽ, ഞങ്ങളാക്കരുതേ. അപ്പൊ ഇതൊക്കെ എന്താണ്? ഒരു പ്രവർത്തനാണ് പറയുന്നത്. അപ്പൊ പ്രവർത്തനങ്ങളാകുമ്പോൾ എന്താകും? അതിന് ഫേല് എന്ന് പറയാം. പിന്നെ ഹർഫ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഹർഫ് പറഞ്ഞാൽ അക്ഷരങ്ങൾ. എങ്ങനെ അക്ഷരങ്ങൾ? ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുക. ഇവിടെ ദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാസ ഇലൽ ഇസ്ലാം. ഇവിടെ
ഈ ദ എന്ന് പറയുന്നത് ഇതൊരു വാക്കാണല്ലോ അല്ലെ. ഈ വാക്കിൽ എത്ര അക്ഷരം ഉണ്ട്? 1 2 3 അക്ഷരങ്ങൾ കൂടിയാണ് ഒരു വാക്ക്. ഇതൊക്കെ ഒരു വാക്കാണ്. അപ്പൊ ഇതിലെ വാക്കുകൾ ഇങ്ങനെ അടിവരട്ടോ. ദ റസൂൽ അല്ലാഹി അന്നാസ്. ഇവിടെ കണ്ട ഇത് വാക്കാണോ? അല്ല. ഇല എന്ന് പറയുന്നത് എന്താണ്? 2 അക്ഷരേ ഉള്ളൂ ഇല. അപ്പൊ ഇത് വാക്കല്ല. അപ്പൊ ഇതാണ് ഹർഫ്. ഇസ്ലാം ഇതൊരു വാക്കാണ്. മക്ക ഇതൊരു വാക്ക്. അപ്പൊ ഇതിന്റെ അടിയിൽ കണ്ടോ ഫി, കണ്ടോ ഇതൊരു അക്ഷരാണ്. അപ്പൊ അങ്ങനെ അക്ഷരങ്ങൾക്കാണ് എന്ത് പറയുക? ഹർഫുകൾ എന്ന് പറയുക. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇല, ഫി, ഫ, വ, സുമ്മ, മിൻ, ബി, ല, കണ്ടോ? അങ്ങനെ ഇങ്ങനത്തെ അക്ഷരങ്ങൾക്കാണ് എന്ത് പറയുക? ഹർഫുകൾ എന്ന് പറയുക. അപ്പൊ ഏത് പാരഗ്രാഫ് കിട്ടിയാലും ഹർഫ് വേഗം എഴുതാൻ കഴിയും. എന്നാൽ നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞാട്ടെ, ഈ ഫസ്റ്റ് വരിയിൽ എവിടെയാണ് ഹർഫ് ഉള്ളത്? രണ്ട് ഹർഫ് ഉണ്ട് ഇവിടെ. 2 അല്ല 3 ഹർഫ് ഉണ്ട്. ഏതൊക്കെ? ഇതാ സുമ്മ, ഇതൊരു ഹർഫാണ് സുമ്മ അല്ലേ. പിന്നെ വ വേറെ ഹർഫാണ്. വദുഫിന എന്നല്ല വായിക്കുക, ദുഫിന എന്നാണ്. അപ്പോൾ വാവ് വേറെ. അപ്പോൾ വാ വേറെ ഹർഫാണ്. ഇവിടെ ഫിയും വേറെ ഹർഫാണ്. അപ്പോൾ 3 അക്ഷരങ്ങളാണ് ഇവിടെ ഉള്ളത്. മനസ്സിലായല്ലോ? ബാക്കിയൊന്നും എന്താ അക്ഷരമാവാത്തത്? ബാക്കി ഓരോ വാക്കാണ്. ഇതൊക്കെ ഒരു വാക്കാണ്. കണ്ടില്ലേ? ഇതൊക്കെ ഒരു വേർഡുകളാണ്. വേർഡുകൾ എന്ത് ചെയ്യാൻ പറ്റൂല? എടുക്കാൻ പറ്റൂല. അത് ഹർഫല്ല. അപ്പൊ നിങ്ങൾക്ക് ഹർഫ് മനസ്സിലായല്ലോ. ഇനി ഫെയിലും ഇസ്മും മനസ്സിലാക്കാനുള്ള ട്രിക്ക് ഉണ്ട്. ഇസ്മ പെട്ടെന്ന് മനസ്സിലാവും. ഇസ്മായിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഇസ്മ പെട്ടെന്ന് മനസ്സിലാവും. എങ്ങനെ മനസ്സിലാവുക? പേരായിരിക്കും. വസ്തുവിന്റെ ഏതെങ്കിലും സാധനത്തിന്റെ പേരോ അല്ലെങ്കിൽ ആളെ പേരോ അല്ലെങ്കിൽ ജീവിന്റെ പേരോ, അങ്ങനെ പേരുകളായിരിക്കും ഇസ്മ ഉണ്ടാവുക. എന്നാൽ ഫിഅല് മനസ്സിലാക്കാൻ, ഫിഅല് നമ്മൾ 4ാം ക്ലാസ്സിൽ പഠിച്ച പിന്നെ ഫഅല അല്ലെ, 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിരുന്നല്ലോ. ആ ഫഅല രൂപത്തിൽ അല്ലെങ്കിൽ യഫ്അലു രൂപത്തിലൊക്കെ ആയിരിക്കും പിന്നെ എന്തുണ്ടാവുക? ഫീൽ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ എല്ലാ വാക്കിന്റെ അവസാനം ഇങ്ങനെ ഫത്തഹാണ് അല്ലെ. ഗളിബ ഇത് പോട്ടെ, ഹാജറ, ഇസ്തഖ്ബല, പിന്നെ യദ്രിബൂന, യുൻഷിദൂന, ബന, ഇസ്തഹറ, ആഷ. കണ്ടോ? അപ്പൊ ഇവിടെയൊക്കെ അവസാനം എന്തുണ്ടാകും? അവസാനം എന്തുണ്ടാവും? ഫത്തഹ് ഉണ്ടാവും. പിന്നെ ഫീൽ മനസ്സിലാക്കാനുള്ള വേറെ ട്രിക്ക് എന്താണ്? 3 അക്ഷരമുള്ള ഒരു വാക്കാണെങ്കിൽ അതിൽ 3നും ഫത്തഹ് ഉണ്ടാവും. കണ്ടില്ലേ? ഫ അല. അപ്പൊ കാതബ. ഇവിടെ ഒരക്ഷരത്തിന് കസറുള്ളൂ, എന്നാലും ഇത് ഫീലാണ്. ഗളിബ, ദഅ. കണ്ടോ? ഹാജറ. കണ്ടില്ലേ? പിന്നെ ആഷ, ബന. അപ്പൊ എല്ലാത്തിലും ഒരു ഫത്തഹ് ഉള്ള രൂപം ഉണ്ടാവും. ഇനി മുദാരി ആണെങ്കിൽ എഫ് അലു രൂപത്തിലായിരിക്കും. എഫ് അലു. അപ്പൊ എങ്ങനെ വരിക? പിന്നെ ഇതാ യദ്രിബൂന. കണ്ടോ? യദ്രിബു, യദ്രിബാനി, യദ്രിബൂന, യുൻഷിദൂന. അപ്പൊ അങ്ങനെ മനസ്സിലാക്കുക. എന്ത്? ഹർഫ് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ ഫീൽ എങ്ങനെ മനസ്സിലാക്കുക? ഫഅല രൂപത്തിലോ യഫ്അലു രൂപത്തിലോ ഒക്കെ ഉണ്ടാകുമ്പോൾ അധികവും ഫതഹ ആയിരിക്കും അവസാനം ഉണ്ടാവുക. പിന്നെ 3 അക്ഷരത്തിനും ഒരേപോലെ ഫതഹ് ഉള്ളതും അല്ലെങ്കിൽ നടുവിൽ അക്ഷരത്തിന് കസറും ബാക്കി ഫതഹും അങ്ങനെയൊക്കെ ആയിരിക്കും മനസ്സിലാക്കുക. പിന്നെ ഇസ്മ ആണെങ്കിൽ പേരുകളായിരിക്കും. ഇനി നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ ആൻസറിന്റെ ഭാഗത്തേക്ക് പോകാം. കണ്ടോ? ഈ പാഠത്ത് നിന്ന് എന്തായാലും ഒരു ഷുവർ ചോദ്യമാണ്. ഇതുപോലെ 2 വരി തന്നിട്ട് അതിൽ നിന്ന് ഇസ്മും ഫീലും ഹർഫ് എഴുതാൻ വളരെ എളുപ്പമല്ലേ? ആദ്യം നമുക്ക് ഹർഫ് എടുക്കുക, എന്നാൽ പിന്നെ ഹർഫ് വേഗം കണ്ടെത്താം അല്ലേ. ഫി ഹർഫാണ്. പിന്നെ വേറെ എവിടെ ഹർഫ്? ഇല ഹർഫാണ്. പിന്നെ ഫി ഹർഫാണ്. ഇനി ഫി എഴുതണ്ട, ഒരു ഫി എഴുതിയാൽ മതി. പിന്നെ ഇവിടെ ലി ഉണ്ട്. ലി കണ്ടോ? ലി ഹർഫാണ്. ഇനി ബാക്കി നമുക്ക് നോക്കാം. ഇനി ഇസ്മു നോക്കാം. ഇസ്മു യൗം ഒരു ദിവസം, അപ്പൊ പേരാണ്. ഉത്തുലത്ത് അതും പേരാണ്. ഉത്തുലത്ത്. ഖറജ നിങ്ങൾ നോക്ക്, 3 എണ്ണത്തിന് ഫത്തഹല്ലേ. കണ്ട അപ്പൊ അത് ഫീലാണ്. അത് ഹാമിദുൻ. ഹാമിദ് ഒരാളെ പേരല്ലേ, നമ്മൾ കേൾക്കണ പോലെ അല്ലേ. ഹാമിദ്, അബൂബക്കർ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ ഹാമിദ് ഇസ്മാണ്. മഅ ഇസ്മാണ് കേട്ടോ. മഅ 2 അക്ഷരം ഉള്ളെങ്കിലും അത് ഇസ്മാണ് കേട്ടോ. അടുത്ത സ്വദീഖ് പറഞ്ഞ കൂട്ടുകാരൻ, അത് ഇസ്മാണ്. അടുത്ത ഹദീഖ പൂന്തോട്ടം, അത് ഇസ്മാണ്. റഅ കണ്ടോ? റഅ കണ്ടു, അത് ഫീലാണ്. ഹദീഖ ഇസ്മാണ്. അസ്ഹാറൻ പൂക്കൾ, അതെന്താണ്? ഇസ്മാണ്. ജമീലത്തൻ ഇസ്മാണ്. കാല എങ്ങനെയുണ്ട്? കാല ഇസ്മാണോ? അല്ല, ഫീലാണ്. അടുത്തത് സ്വദീഖ് ഇസ്മാണ്. ഹാദ ഇസ്മാണ് കേട്ടോ. മന്ദറുൻ ഹാദി നമ്മൾ 2ാം ക്ലാസ് പഠിക്കണം. ഹാദ, ദാലിക്ക, തിൽക്ക അതൊക്കെ ഇസ്മ കേട്ടോ. മന്ദറുൻ ഇസ്മു, ജമീലുൻ ഇസ്മു. അപ്പൊ ഇസ്മ ആയിരിക്കും കൂടുതലുണ്ടാവുക. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഏത് ചോദ്യം കിട്ടിയാലും അതിൽ ഇസ്മ ആയിരിക്കും കൂടുതലുണ്ടാവുക, അത് ഉറപ്പിച്ചോളൂ. അടുത്ത നോക്കാം. ഡാഷ് അൽ ഖാദിമു അൽ ബാബ.
ഇത് കിട്ടണമെങ്കിൽ അർത്ഥം കിട്ടണം, അല്ലെങ്കിൽ എന്ത് കിട്ടണം? വേറെ ട്രിക്ക് ഉണ്ട്. ബാബ് പറഞ്ഞാൽ എന്താ? വാതില്. അപ്പൊ വാതിൽ എന്തായിരിക്കും? തുറക്കുക എന്നുള്ളതിന് എന്താ പറയാ? ഫതഹ. അപ്പൊ ഫതഹൽ ഖാദിമു അൽ ബാബ. അർത്ഥം കിട്ടിയാൽ പെട്ടെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഖറഅത്ത് ഡാഷ് അൽ ഖുർആൻ. ഖുർആൻ എന്താ ചെയ്യുക? വായിക്കുക, ഓതുന്നതിന് എന്താ പറയാ? ഖറഅത്ത്. അപ്പൊ ഖറഅത്തുൽ ഖുർആന. ഇനിയിപ്പോ എന്താ കിട്ടണ്ട? ആരാ ഓതി എന്നാ കിട്ടണ്ട. ആരാ ഓതുക എന്നുള്ളതിന് ഒരാളെ പേരായിരിക്കും. ഇവിടെ ആരാ പേരുള്ളത്? ഫാത്തിമാന്റെ പേരുണ്ട്. അപ്പൊ ഫാത്തിമയാണ് ഇവിടെ വേണ്ടി. അപ്പൊ ഖറഅത്തുൽ ഫാത്തിമ. ഇനി വേറെ ട്രിക്ക് ഉണ്ട്. ഇവിടെ താഴുണ്ടല്ലോ, അപ്പൊ പെണ്ണിന്റെ പേരാണല്ലോ. അപ്പൊ ഇവിടെ താഴുള്ളത് ഖറഅത്ത്, ഇതിലല്ല താഴുള്ളത്. അപ്പൊ ഫാത്തിമ എങ്ങോട്ടാ കൊടുക്കേണ്ടത്? ഇതിൽ താഴില്ലല്ലോ, ഇവിടെയും താഴില്ലല്ലോ. അപ്പൊ മനസ്സിലാക്കുക ഫാത്തിമാൻ എങ്ങോട്ടാ കൊടുക്കേണ്ടത്. അടുത്ത ദഹബൽ ഔലാദു ഡാഷ് അൽ മൈദാനി. ഇത് എളുപ്പമാണ്. ദഹബൽ ഔലാദു ഇലൽ മൈദാനി ഹർഫാണ് അല്ലെ. ഇനി ഇവിടെ ഏതാ വേണ്ടിയത്? അപ്പോ ഫതഹ എന്നാ വേണ്ടിയത്, തുറന്നു. അപ്പൊ അങ്ങനെ മനസ്സിലാക്കുക. ഇത് രണ്ടും കിട്ടിയ ഇത് കിട്ടുമല്ലോ. അതാണ് അവിടുത്തെ ട്രിക്ക്. ഇനി പാഠത്തില് നമ്മൾ 5ാം ക്ലാസ്സിൽ എത്തുമ്പോൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോ ഈ ലിസാനുൽ ഖുർആന്റെ എന്താണ് ടെക്സ്റ്റ് ബുക്ക് കാണുമ്പോൾ ഈ ചോദ്യോത്തര ഭാഗത്തുള്ള ചോദ്യങ്ങളായിരിക്കും, ഇതേപോലുള്ള മോഡൽ ചോദ്യങ്ങളായിരിക്കും അധികവും പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ചോദ്യോത്തര ഭാഗങ്ങളിലുള്ള ചോദ്യങ്ങൾ എങ്ങനെ വരുന്നോ അതുപോലെ ആയിരിക്കും പരീക്ഷയ്ക്ക്. ഇവിടെ അർത്ഥം പഠിക്കുക എന്നുള്ളൊരു ഇതുണ്ട്. നമ്മൾ 4ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും ഒന്നും അർത്ഥം പഠിക്കുക എന്നുള്ള രീതിയില്ലായിരുന്നു. ഇവിടെ നമുക്ക് അർത്ഥം പഠിക്കാനുണ്ട്. അപ്പൊ 5ാം ക്ലാസ് മുതൽ നമുക്ക് അർത്ഥം പരീക്ഷയ്ക്ക് ചോദിക്കും, മസ്റ്റാണ്, എന്തായാലും ചോദിക്കും. അപ്പൊ നിങ്ങൾ പഠിക്കണം. എന്താ ദാന്റെ അർത്ഥം? ഇവിടെ ഉണ്ട്. എന്താ? ക്ഷണിച്ചു. എങ്ങനെ ക്ഷണിച്ചു എന്ന് എഴുതാൻ നോക്കുക. മലയാളത്തിൽ എഴുതാൻ പറ്റൂല പരീക്ഷയ്ക്ക്, അറബി മലയാളത്തിൽ തന്നെ എഴുതണം. ക്ഷണിച്ചു. കണ്ടില്ലേ? അടുത്തത് എന്താണ്? ഗളിബ എന്ന് പറഞ്ഞാൽ എന്താ? ദേഷ്യം പിടിച്ചു. അടുത്തത് ബന എന്താ? നിർമ്മിച്ചു. ഇതവിടെ ഉണ്ട്. ബന നിർമ്മിച്ചു. കണ്ടില്ലേ? അടുത്ത് ഇഷ്തഹറ എന്താ? പ്രസിദ്ധമായി. എങ്ങനെ പ്രസിദ്ധമായി എഴുതാൻ നോക്കുക? പ്രസിദ്ധമായി. കണ്ടില്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ പെട്ടിയിൽ അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ, ഇതിൽ നിന്ന് എന്താണ്? ഫിഇലിന്റെ ചോട്ടിൽ അഥവാ പ്രവർത്തനത്തിന്റെ ചോട്ടിൽ അടിവരടാനാണ്. അർ റഹ്മാൻ ഇത് ഫീലായിട്ടാണോ ഇസ്മായിട്ട് അങ്ങക്ക് തോന്നുന്നത്? ഒരു പേരല്ലേ അർ റഹ്മാൻ എന്നുള്ളത്. അപ്പൊ ഇസ്മാണ്, ഇത് പറ്റൂല. അല്ലമൽ ഖുർആൻ എന്തായാലും നിങ്ങൾക്ക് അറിയാം പേരാണ് അല്ലെ. ഖുർആൻ പേരല്ലേ. അപ്പൊ അല്ലമയാണ് ഇവിടെ ഇത് ഫീല്. അടുത്ത ഖലഖൽ ഇൻസാൻ ഏതാണ്? ഖലഖയാണ് ഫീല്. അപ്പൊ ഇത് രണ്ടുമാണ് ഉത്തരം. പിന്നെ ഇതെന്താണ്? കോപ്പി എഴുതാനാണ്. അപ്പൊ ഇത് നിങ്ങൾ നിർബന്ധമായും കാണാൻ പഠിക്കുക. ദഅ ക്ഷണിച്ചു, അൻഷദ ആലപിച്ചു പറഞ്ഞാൽ പാടി എന്നൊക്കെ പറഞ്ഞാൽ മതി. പാട്ട് പാടി. ഇഷ്തഹറ പ്രസിദ്ധമായി, ആദ ദ്രോഹിച്ചു, പഠിച്ചു വെച്ചോ, ദ്രോഹിച്ചു. ബന നിർമ്മിച്ചു, ആഷ ജീവിച്ചു, ഇസ്തഖ്ബല സ്വീകരിച്ചു. അപ്പൊ 1ാമത്തെ പാഠം ഇവിടെ ഫിനിഷായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.